നമ്മളിത് നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ പ്രോസസ്സാണ്. അതിനകത്ത് നമ്മൾ പ്രോസസ് ക്രിയേഷൻ എന്താണ്, ടെർമിനേഷൻ എന്താണെന്നും കൂടി നമ്മൾ നോക്കും. അപ്പോൾ ഫസ്റ്റ്ലി പ്രോസസ് ക്രിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ എ ന്യൂ പ്രോസസ് ഈസ് ക്രിയേറ്റഡ്, ദ OS assigns a unique process ID to it and insert a new entry into the primary process table. അതായത് നമ്മളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതുതായിട്ടൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ OS എന്താ ചെയ്യുക, ആ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിന് ഒരു പ്രോസസ്സ് ഐഡിയും പിന്നെ ഒരു ന്യൂ എൻട്രിയും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. എവിടെയാണ്? പ്രോസസ്സ് ടേബിളിനകത്ത്. പ്രൈമറി ആയിട്ടൊരു പ്രോസസ്സ് ടേബിൾ നമ്മളെ കാണും. അതിനകത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോസസ്സ് ഐഡിയും പിന്നെ ഒരു ന്യൂ എൻട്രിയും നമ്മൾ അതിലോട്ട് കൊടുക്കും. അതാണ് നമ്മുടെ പ്രോസസ്സ് ക്രിയേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് then the required memory space for the element of the process such as program, data and stack is allocated including space for its process control block. അതിനുശേഷം നമ്മൾ ആദ്യമേ പ്രോസസ്സ് ഐഡിയും പ്രോസസ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ആ ന്യൂ എൻട്രി എൻ്റർ ചെയ്തതിന് പ്രോസസ്സ് ടേബിളിൽ കൊടുത്തതിന് ശേഷം നമ്മൾ റിക്വയർഡായിട്ട് നമ്മുടെ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള മെമ്മറിയുടെ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് PCBക്ക് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള സ്പേസും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ദ വേരിയസ് വാല്യൂസ് ഇൻ PCB ആർ ഇനിഷ്യലൈസ്ഡ്. PCBക്കകത്തുള്ള പല വാല്യൂസും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ പാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ദ പ്രോസസ് ID അസൈൻ ടു ഇറ്റ് ഇൻ സ്റ്റെപ്പ് 1 ആൻഡ് ഓൾസോ ഇറ്റ്സ് പേരൻസ് ID. അതായത് പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ പാർട്ടിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ് ID അസൈൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ പേരൻസ് IDയും അസൈൻ ചെയ്ത് വെക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ദ പ്രോസസ് രജിസ്റ്റർ വാല്യൂസ് ആർ മോസ്റ്റ്ലി ഫിൽഡ് വിത്ത് സീറോസ് എക്സെപ്റ്റ് ദ സ്റ്റാക്ക് പോയിൻ്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടർ. അതായത് ഈ പ്രോസസ്സിൻ്റെ രജിസ്റ്റർ വാല്യൂസ് ഉണ്ടല്ലോ, അതെല്ലാം സീറോ ആയിരിക്കും. പക്ഷേ സ്റ്റാക്ക് പോയിൻ്ററിനകത്തും പ്രോഗ്രാം കൗണ്ടറിനകത്തും വരുന്ന വാല്യൂസ് ഒഴിച്ച് ബാക്കി പ്രോസസ് രജിസ്റ്റേഴ്സിൽ വരുന്ന വാല്യൂസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. സീറോ വെച്ചിട്ടായിരിക്കും ഫില്ല് ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്റ്റാക്ക് പോയിൻ്റർ ഈസ് ഫിൽഡ് വിത്ത് ദ അഡ്രസ് ഓഫ് സ്റ്റാക്ക് അലോക്കേറ്റഡ് ടു ഇറ്റ് ഇൻ സ്റ്റെപ്പ് 2 ആൻഡ് പ്രോഗ്രാം കൗണ്ടർ ഈസ് ഫിൽഡ് വിത്ത് ദ അഡ്രസ് ഓഫ് ഇറ്റ് പ്രോഗ്രാം എൻട്രി പോയിന്റ്. അതായത് സ്റ്റാക്ക് പോയിൻ്റിനകത്ത് എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? അതിനകത്ത് നമ്മുടെ ഏത് സ്റ്റാക്കാണോ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റാക്കിൻ്റെ അഡ്രസ്സ് ആയിരിക്കും കാണുന്നത്. പിന്നെ പ്രോഗ്രാം കൗണ്ടറിനകത്ത് പ്രോഗ്രാം എൻട്രി പോയിൻ്റ് ഇല്ലേ, അതിൻ്റെ അഡ്രസ്സായിരിക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് വന്ന് സ്റ്റോർ ആവുന്നത്. ദ പ്രോസസ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ വുഡ് ബി സെറ്റ് ടു ന്യൂ. അതായത് പ്രോസസ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കുറേ സ്റ്റേറ്റ്സ് വരച്ചില്ലായിരുന്നു. അതിനകത്ത് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എങ്ങോട്ട് ആക്കി നമ്മൾ വെക്കും? ഇനിഷ്യലൈസ് ചെയ്ത് വെക്കും. ന്യൂയിലോട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കും. പിന്നെ പ്രയോറിറ്റി വരുമ്പോഴത്തേക്ക് ലോവസ്റ്റ് ആയിരിക്കും ഫസ്റ്റിലേ വരുന്നത്. ഡിഫോൾട്ടായിട്ട് ലോവസ്റ്റ് ആയിരിക്കും ആദ്യമേ വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോറിറ്റി ക്രിയേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസറിനത് സ്പെസിഫൈ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ. പിന്നീടെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ദ ബിഗിനിങ് ദ പ്രോസസ് ഈസ് നോട്ട് അലോക്കേറ്റഡ് ടു എനി IO ഡിവൈസ് ഓർ ഫയൽസ്. ഫസ്റ്റ് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സ് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനോ IO ഡിവൈസിനോ ഒന്നും അലോക്കേറ്റഡ് ആയിരിക്കത്തില്ല. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂസർ ഹാസ് റിക്വസ്റ്റ് ദം ഓർ ഇഫ് ദിസ് ഇസ് എ ചൈൽഡ് പ്രോസസ് ഇറ്റ് മേ ഇൻഹെറിറ്റ് സം റിസോഴ്സസ് ഫ്രം എ പേരൻറ്റ്. അതായത് യൂസർ റിക്വസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണെങ്കിൽ അത് അതിൻ്റെ പേരൻറ്റ് പ്രോസസ്സിൽ നിന്ന് ചില റിസോഴ്സസൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കും. ഓക്കെ. അതാണ് നമ്മുടെ പ്രോസസ് PCB ബ്ലോക്കിനകത്ത് വരുന്ന കുറച്ച് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദെൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ലിങ്ക് ദിസ് പ്രോസസ് ടു ദ ഷെഡ്യൂളിംഗ് ക്യൂ ആൻഡ് പ്രോസസ് സ്റ്റേറ്റ് വുഡ് ബി ചേഞ്ച് ടു ന്യൂ ടു റെഡി. നൗ ദ പ്രോസസ് ഈസ് കമ്പീറ്റിംഗ് ഫോർ ദ CPU. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ പ്രോസസ്സിനെ കൊണ്ടുവന്ന് ഷെഡ്യൂളിങ്ങിൻ്റെ ക്യൂവിനകത്ത് കൊണ്ടുവന്ന് വെക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്രോസസ് സ്റ്റേറ്റ് എന്താവും? ന്യൂ സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം എന്താണ് CPUവിനകത്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അഡീഷണൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ചില ഡേറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ ലോഗ് ഫയലും അക്കൗണ്ടിങ് ഫയലും ഒക്കെ ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിൻ്റെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അഡീഷണൽ ആയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ച് ഡേറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്ന എന്തിനാണ്? ലോഗ് ഫയൽസും അക്കൗണ്ടിങ് ഫയൽസും ഒക്കെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യൂസ് ചെയ്യുന്നത് പ്രോസസ് ആക്ടിവിറ്റീസിനെ
ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അടുത്തത് പ്രോസസ് ടെർമിനേഷനാണ്. അതായത് പ്രോസസ് ആർ ടെർമിനേറ്റഡ് ബൈ ദംസെൽഫ് വെൻ ദേ ഫിനിഷ് its executing their last statement, then the OS uses exit system call to delete its context. അതായത് പ്രോസസ് ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് തന്നെ പ്രോസസ്സ് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വയം ടെർമിനേറ്റ് ആവും. ആ ടെർമിനേറ്റ് ആവാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം കോൾ എന്ത് ചെയ്യും, ആ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. Then all the resources held by this process like physical and virtual memory, 10 buffers, open files, etc. are taken back by the OS. അതായത് ഇത് എക്സിറ്റ് ആയതിനു ശേഷം എന്ത് സംഭവിക്കുക, അത് യൂസ് ചെയ്തിരുന്ന ഫിസിക്കലും വെർച്വലും ഒക്കെ ആയിട്ടുള്ള മെമ്മറീസും പിന്നെ ഓപ്പൺ ഫയൽസും ഈ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യും, അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരിച്ചെടുക്കും. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ എ പ്രോസസ് പി ക്യാൻ ബി ടെർമിനേറ്റഡ് എയ്തർ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ ബൈ ദ പേരൻറ്റ് പ്രോസസ് ഓഫ് പി. അതായത് രണ്ട് തരത്തിൽ നമുക്ക് ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് പേർക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഒന്ന് അതിൻ്റെ പേരൻറ്റ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടും നമുക്കൊരു പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ പേരൻറ്റ് മേ ടെർമിനേറ്റ് എ പ്രോസസ് ഡ്യൂ ടു വൺ ഓഫ് ദ ഫോളോയിങ് റീസൺസ്. അതായത് ഒരു പേരൻറ്റ് തൻ്റെ പ്രോസസ്സുകളെ ടെർമിനേറ്റ് ചെയ്യാൻ കുറച്ച് റീസൺസ് കാണും. അപ്പോൾ താഴെ 3 റീസൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു റീസൺ കാരണമായിരിക്കാം നമ്മുടെ പേരൻറ്റ് പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് വെൻ എ ടാസ്ക് ഗിവൺ ടു ദ ചൈൽഡ് ഈസ് നോട്ട് റിക്വയർഡ് നൗ. അതായത് നമ്മുടെ പേരൻറ്റ് ചൈൽഡിന് കൊടുത്തൊരു ടാസ്ക് ഇനി ആവശ്യമില്ല, അങ്ങനൊരു സ്ഥിതി വരുവാണെങ്കിൽ പേരൻറ്റ് എന്ത് ചെയ്യും, ചൈൽഡിനെ ടെർമിനേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വെൻ എ ചൈൽഡ് ഹാസ് ടേക്കൺ മോർ റിസോഴ്സസ് ദാൻ ഇറ്റ്സ് ലിമിറ്റ്. അതായത് പേരൻ്റ് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ലിമിറ്റിൽ കൂടുതൽ റിസോഴ്സസ് നമ്മുടെ ചൈൽഡ് എടുക്കുന്നു. ആ ഒരു കേസിൽ എന്താ ചെയ്യുക, അപ്പോഴും നമ്മുടെ പേരൻ്റ് എന്ത് ചെയ്യും, ആ പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യും. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ദ പേരൻറ്റ് ഓഫ് ദ പ്രോസസ് ഈസ് എക്സിസ്റ്റിംഗ് ആസ് എ റിസൾട്ട് ഓൾ ഇറ്റ്സ് ചിൽഡ്രൻ ആർ ഡിലീറ്റഡ്, ദെൻ ദിസ് ഈസ് കോൾഡ് കാസ്കേഡഡ് ടെർമിനേഷൻ. ഈ കാസ്കേഡഡ് ടെർമിനേഷൻ നോക്കി വെക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 മാർക്സിനോ എന്താണ് കാസ്കേഡഡ് ടെർമിനേഷൻ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. The parent of the process is existing as a result all its children are deleted. അതായത് ഇപ്പോൾ ഒരു പേരൻറ്റ് പ്രോസസ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് കാരണം, അതിൻ്റെ ചിൽഡ്രൻ എല്ലാം ഡിലീറ്റ് ആയത് കാരണം പേരൻറ്റ് പ്രോസസ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാസ്കേഡഡ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചിൽഡ്രൻ എല്ലാം ഡിലീറ്റ് ആയത് കാരണം നമ്മുടെ പേരൻറ്റ് പ്രോസസ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, കാസ്കേഡഡ് ടെർമിനേഷൻ എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. അതിനകത്ത് ഷെയർഡ് മെമ്മറി സിസ്റ്റവും വരും, മെസ്സേജ് പാസിങ്ങും വരും. ഓക്കെ, വാട്ട് ഈസ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ്. ഓക്കെ, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ എൻഹാൻസിങ് ഡേറ്റ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഇൻ വൺ ഓർ മോർ പ്രോസസ് ഓർ പ്രോഗ്രാം. അതായത് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിപ്പിൾ ത്രെഡ്സ് തമ്മിലോ അല്ലെങ്കിൽ അതായത് ഒരു പ്രോസസ്സിനകത്തോ പല പ്രോസസ്സുകളിലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനകത്തോ ഒക്കെ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഒക്കെ തമ്മിൽ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the process may be running on single or multiple computers connected by a network. പ്രോസസ്സ് ഒന്നെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടേഴ്സ് എന്തായിരിക്കും, ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡും ആയിരിക്കും. ഓക്കെ, IPCയുടെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ്റെ ഷോർട്ട് ഫോം എന്താണ്, IPC എന്നാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ്റെ ഷോർട്ട് ഫോം. It is a setup of programming interfaces which allow a programmer to coordinate activities among various program processes which can run concurrently in an OS. അതായത് നമ്മുടെ IPC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസസ് ആണ്. ഓക്കെ, ഒരു സെറ്റാണ് പ്രോഗ്രാം ചെയ്യാനുള്ള ഇൻ്റർഫേസുകളുടെ ഒരു സെറ്റാണ്. അത് നമ്മൾ പ്രോഗ്രാമേഴ്സിനെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യാൻ, നമ്മളെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനകത്തുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അതായത് കൺകറൻ്റ് ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, this allow a specific program to handle many user requests at the same time. നമ്മുടെ IPC നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരേ സമയത്ത് തന്നെ കുറേ യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IPC നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈച്ച് IPC പ്രോട്ടോകോൾ അപ്രോച്ച് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്.
So it is not unuseful for a single program to use all the IPC method. അതായത് ഈ നമ്മുടെ IPCക്ക് ഉണ്ടല്ലോ, അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് അൺയൂഷ്വൽ ഫോർ എ സിംഗിൾ പ്രോഗ്രാം ടു യൂസ് ഓൾ ഓഫ് ദ IPC മെത്തേഡ്. അതുകൊണ്ട് എന്താണ്, ഇത് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു സിംഗിൾ പ്രോഗ്രാമിന് എല്ലാ IPC മെത്തേഡ്സും യൂസ് ചെയ്യുന്നത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനിയിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് IPCയുടെ ICP ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഈ ഒരു ഫിഗർ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഇതിനകത്ത് പറയുന്നത് IPCക്കകത്ത് എന്തൊക്കെ വരുമെന്നാണ്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പിന്നെ നമ്മൾ മെസ്സേജ് പാസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, പിന്നെ ഷെയർഡ് മെമ്മറിയാണ്, പിന്നെ FIFO ആണ് യൂസ് ചെയ്യുന്നത്. FIFO എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് FIFO. പിന്നെ മെസ്സേജ് ക്വസ്റ്റിന് വേണ്ടിയിട്ടും, പിന്നെ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും പൈപ്പ്സിന്. ഇത്ര ഓർമ്മയില്ലെങ്കിലും ഒരു 5 എണ്ണം പഠിച്ചു വെച്ചിരിക്കുക. പൈപ്പ്സ്, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, മെസ്സേജ് പാസിങ്, ഷെയർഡ് മെമ്മറി, FIFO, അങ്ങനെ 5 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. അപ്പം ഇതിനകത്ത് ഓരോന്നും നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യമേ നമ്മൾ ഷെയർഡ് മെമ്മറി നോക്കാം. Communication between process using shared memory requires process to share some variable or it's completely depend on how the programmer will implement it. അതായത് ഷെയർഡ് മെമ്മറി എന്തായിരിക്കും പറയുന്നത്, മെമ്മറീസ് ഷെയർ ചെയ്യാൻ. നമ്മൾ പ്രോഗ്രാമർ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്നുള്ള രീതിക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ മെമ്മറീസ് കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൺ ഓഫ് ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ഷെയർഡ് മെമ്മറി ക്യാൻ ബി ഇമാജിൻഡ് ബൈ ഇറ്റ്. അതായത് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2 ആർ എക്സിക്യൂട്ടിംഗ് സൈമിൾട്ടേനിയസ്ലി ആൻഡ് ദെൻ ഷെയർ സം റിസോഴ്സസ് ഓർ യൂസ് സം ഇൻഫോർമേഷൻ ഫ്രം അനദർ പ്രോസസ്. അതായത് നമുക്ക് 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്, പ്രോസസ് 1ഉം പ്രോസസ് 2ഉം ഒരേ സമയത്താണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ പ്രോസസ്സ് എന്താണ്, ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സിൽ നിന്ന് കുറച്ച് മെമ്മറിയുടെ അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേഷൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം പ്രോസസ് 1 ജനറേറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് സെർട്ടൻ കമ്പ്യൂട്ടേഷൻ ഓർ റിസോഴ്സസ് ബീയിങ് യൂസ്ഡ് ആൻഡ് കെപ്റ്റ് ഇറ്റ് ആസ് എ റെക്കോർഡ് ഇൻ ഷെയർഡ് മെമ്മറി. അപ്പോൾ നമ്മുടെ പ്രോസസ് 1 എന്ത് ചെയ്യുന്നു, കുറച്ച് ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ളതും റിസോഴ്സസിൻ്റെ കാര്യമെല്ലാം ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷെയർഡ് മെമ്മറിക്കകത്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. വെൻ പ്രോസസ് 2 നീഡ്സ് ടു യൂസ് ദ ഷെയർഡ് ഇൻഫോർമേഷൻ ഇറ്റ് വുഡ് ചെക്ക് ദ റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ദ ഷെയർഡ് മെമ്മറി. അപ്പോൾ പ്രോസസ് 2 ഇതിൻ്റെ ആവശ്യമുള്ള സമയത്ത് എന്താ ചെയ്യുക, ഈ ഷെയർഡ് മെമ്മറിയിൽ വന്നിട്ട് ഈ പ്രോസസ് 2 എന്ത് ചെയ്യും, നമുക്ക് വേണ്ടുന്ന ഡേറ്റ എല്ലാം എടുത്തിട്ട് പോകും. പ്രോസസ് ക്യാൻ യൂസ് ഷെയർഡ് മെമ്മറി ഫോർ എക്സ്ട്രാക്റ്റിംഗ് ഇൻഫോർമേഷൻ ആസ് എ റെക്കോർഡ് ഫ്രം അനദർ പ്രോസസ് ആസ് വെൽ ആസ് ഡെലിവറിങ് സം സ്പെസിഫിക് ഇൻഫോർമേഷൻ. അതേ കാര്യമാണ് പറയുന്നത്. ഇതാ നോക്കിയേ, നമ്മുടെ പ്രോസസ് എയും പ്രോസസ് ബിയും തമ്മിൽ ഒരു ഷെയർഡ് മെമ്മറി അപ്പം നമ്മുടെ കേട്ടോ, പെട്ടെന്ന് കൈ തട്ടി തിരിഞ്ഞു പോയതാണ്. അപ്പം നമ്മളിത് നോക്കിയേ, നമ്മുടെ പ്രോസസ് എയ്ക്കും പ്രോസസ് ബിക്കും ഡേറ്റ ഷെയർ ചെയ്യണം. അപ്പോൾ പ്രോസസ് എ എന്ത് ചെയ്യും, ഡേറ്റ അല്ല അതിന് വേണ്ടി നമുക്കുള്ള റിസോഴ്സസും കാര്യങ്ങളും എല്ലാം ഈ ഷെയർഡ് മെമ്മറിയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. പ്രോസസ് ബി എന്ത് ചെയ്യും, ആവശ്യമുള്ള സമയത്ത് ആ ഷെയർഡ് മെമ്മറിക്കകത്ത് കയറി ആ ഡേറ്റ എടുക്കും. അത് ഈ പറഞ്ഞിരിക്കുന്ന ഷെയർഡ് മെമ്മറിയുടെ കൺസെപ്റ്റാണ് ഈ ഒരു സിമ്പിൾ ഫിഗർ വെച്ചിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തേന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലമാണ്. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. കഴിഞ്ഞ ഇയറും അതിൻ്റെ അങ്ങേ വർഷവും എല്ലാം ചോദിച്ചിട്ടുള്ളതാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്താണെന്ന്. ഓക്കെ, അപ്പം ഇതിനകത്ത് 2 പ്രോസസ്സുകളാണുള്ളത്. എന്തൊക്കെയാണ്, പ്രൊഡ്യൂസറും ഉണ്ട് കൺസ്യൂമറും ഉണ്ട്. പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, കുറച്ച് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് നമ്മുടെ കൺസ്യൂമർ എന്ത് ചെയ്യും, ആ ഐറ്റംസ് കൺസ്യൂം ചെയ്യും. അപ്പോഴത്തേക്ക് the two processes share a common space or memory location known as buffer. അതായത് നമ്മൾ ഈ പ്രൊഡ്യൂസറും കൺസ്യൂമറും ഒരു കോമൺ ആയിട്ടൊരു മെമ്മറി സ്പേസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ ബഫർ എന്ന് പറയും. ഈ ബഫറിനകത്താണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത്. ഈ ബഫറിൽ നിന്നാണ് നമ്മുടെ കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്, ആവശ്യത്തിനനുസരിച്ച് ഐറ്റംസ് വന്ന് എടുത്തിട്ട് പോകുന്നത് ഈ ബഫറിൽ നിന്നാണ്. അപ്പം ഈ പ്രോബ്ലത്തിന് 2 വേർഷൻസാണുള്ളത്. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ ബഫർ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, അൺബൗണ്ടഡ് ബഫറും ഉണ്ട്, ബൗണ്ടഡ് ബഫറും ഉണ്ട്. അൺബൗണ്ടഡ് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈസിനകത്തൊന്നും ലിമിറ്റേഷൻസ് ഒന്നും കാണത്തില്ല. The consumer wait for a new item. However, there is no restriction on the producer to produce item. അതായത് പ്രൊഡ്യൂസറിന് എത്ര വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് വെക്കാവുന്നുണ്ട്. കൺസ്യൂമർ എന്ത് ചെയ്യുക, ഒരു പുതിയ ഐറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ബൗണ്ടഡ് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫർ എംറ്റി ആവും.
ബഫർ എം ടി ആവുന്ന സമയത്ത് എന്താണ് പുതിയൊരു ഐറ്റത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൺസ്യൂമർ വെയിറ്റ് ചെയ്യും. ബഫർ ഫുള്ളാവുന്ന സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ എന്താണ് ചെയ്യുന്നത്, പുതിയ ഐറ്റം എന്താണ് അതിനകത്ത് നിന്ന് കൺസ്യൂമർ വന്ന് ഐറ്റംസ് എടുത്തിട്ട് പോയിട്ട് ആ ബഫർ എം ടി അല്ലാതെ അതായത് ഫില്ലല്ലാതെ അതല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലാതെ ഫുള്ള് ആവാത്ത സിറ്റുവേഷനിലായിരിക്കും അടുത്ത ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. First, the producer and the consumer will share some common memories. Then the producer will start producing item. If the total produced item is equal to the size of the buffer, the producer will wait to get it consumed over the consumer. If no item is available, the consumer will wait for the producer to produce it. If there are items available, consumer will consume them. Okay, മനസ്സിലായോ? സെയിം സംഭവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെസ്സേജ് പാസിങ് ഇതിനകത്ത് ഒരു മിനിറ്റ് ഇതിനകത്തെ പ്രൊഡ്യൂസർ കൺസ്യൂമറിന് ഒരു ചെറിയൊരു കോഡുണ്ട്. അതായത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഡുണ്ട്. ആ കോഡും കൂടി പഠിച്ചു വെക്കണം. പക്ഷെ ഞാൻ ഈ നോട്ട് നോക്കിയ സമയത്ത് ഇതിനകത്ത് ഇല്ല. അത് ഇതിപ്പം സംഭവം സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇടാൻ മറന്നു കഴിഞ്ഞാലും എൻ്റെ അടുത്ത് വന്നിട്ട് ആ നോട്ട് ചോദിക്കണം കേട്ടോ. ആ കോഡ് എൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ കോഡ് നിനക്ക് വാട്സപ്പിൽ ഇട്ട് തരാം. അപ്പം മെസ്സേജ് പാസിങ് നമ്മൾ അടുത്തത് നോക്കാം. മെസ്സേജ് പാസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് പ്രോസസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ വിത്തൗട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് ഷെയർഡ് മെമ്മറി. അതായത് മെസ്സേജ് പാസിങ്ങിനകത്ത് പ്രോസസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള ഷെയർഡ് ആയിട്ടുള്ള മെമ്മറി സ്പേസും കാണത്തില്ല. ഇഫ് ടു പ്രോസസ് P1 ആൻഡ് P2 വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ദേ പ്രൊഡ്യൂസ് ആസ് ഫോളോസ്. P1നും P2നും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സാധനം മേടിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും അത് പ്രൊഡ്യൂസ്, എങ്ങനെയാണ് അത് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ എക്സ്റ്റാബ്ലിഷ് എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, സ്റ്റാർട്ട് എക്സ്ചേഞ്ചിങ് മെസ്സേജസ് യൂസിങ് ദ ബേസിക് പ്രിമിറ്റീവ്സ്. വി നീഡ് അറ്റ്ലീസ്റ്റ് 2 പ്രിമിറ്റീവ്, 2 പ്രിമിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് വേണം. സെൻഡ് അല്ലെങ്കിൽ റിസീവ്. ഫസ്റ്റ് വൺ സെൻഡ് മെസ്സേജ് ഓർ ഡെസ്റ്റിനേഷൻ ഓർ സെൻഡ് മെസ്സേജ്, റിസീവ് മെസ്സേജ് ഓർ ഹോസ്റ്റ് ഓർ റിസീവ് മെസ്സേജ്. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് നോക്കിയേ, സെൻഡിങ് പ്രോസസ്സാണ്. അപ്പം മെസ്സേജ് പാസിംഗ് മൊഡ്യൂൾ, പിന്നെ പ്രോസസ് ഐ ഡിയും മെസ്സേജും വരും. അപ്പം മെസ്സേജ് പാസിംഗ് മൊഡ്യൂളിൽ നിന്ന് റിസീവിംഗ് പ്രോസസ്സിലോട്ട് പോകും. സെൻഡിങ് പ്രോസസ്സിൽ നിന്ന് എന്ത് ചെയ്യും, മെസ്സേജ് പാസിംഗ് മൊഡ്യൂളിലോട്ട് പോകും. അവിടെ നിന്ന് പ്രോസസ് ഐ ഡി മെസ്സേജ് യൂസ് ചെയ്തിട്ട് എവിടെ പോകും, മെസ്സേജ് പാസിംഗ് മൊഡ്യൂളിൽ പോകും. അവിടെ നിന്ന് എവിടെ പോകും, റിസീവിംഗ് പ്രോസസ്സിൽ പോകും. ഇതൊരു നടക്കുന്ന കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രോസസ്സ് എങ്ങനെയാണ് മെസ്സേജ് പാസിംഗ് നടക്കുന്നതെന്നാണ് ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഹിയർ ആർ ഡിഫറെൻറ്റ് വേസ് ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് മെസ്സേജ് പാസിംഗ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ സിങ്ക്രണസ് ഓർ അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് വൺ ഓട്ടോമാറ്റിക് ഓർ എക്സ്പ്ലിസിറ്റ് ബഫറിംഗ്. അതായത് 3 വേസിലാണ് നമുക്ക് മെസ്സേജ് പാസിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, സിങ്ക്രണസ് ഓർ അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, ഓട്ടോമാറ്റിക് ഓർ എക്സ്പ്ലിസിറ്റ് ബഫറിംഗ്. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. Okay, under direct communication, process must explicitly name the sender or receiver in the communication. അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അത് സെൻഡറിനെയോ റിസീവറിനെയോ കൊടുത്തിരിക്കണം. അപ്പം സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. സെൻഡ് P, മെസ്സേജ്, റിസീവ് Q, മെസ്സേജ്. അതായത് സെൻഡ് P, മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് എ മെസ്സേജ് ടു പ്രോസസ് P. റിസീവ് Q, മെസ്സേജ് എന്ന് വെച്ചാൽ റിസീവ് എ മെസ്സേജ് ഫ്രം പ്രോസസ് Q. അപ്പം മനസ്സിലായല്ലോ അതെങ്ങനെയാണ് സെൻഡും റിസീവും കൊടുക്കുന്നതെന്ന്. ദ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഇൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അതായത് നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനകത്തുള്ള കമ്മ്യൂണിക്കേഷനകത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറഞ്ഞിരിക്കുന്നത്. ദ ലിങ്ക് ഈസ് എസ്റ്റാബ്ലിഷ് ഓട്ടോമാറ്റിക്കലി. പ്രോസസ് നീഡ്സ് ഈച്ച് അതേഴ്സ് ഐഡൻറ്റിറ്റി ടു സെൻഡ് മെസ്സേജ്. ഓക്കെ, ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റാബ്ലിഷ് ആവും. പിന്നെ പ്രോസസ്സിന് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രോസസ്സുകളുടെ ഐഡൻറ്റിറ്റി വേണം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. എ ലിങ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് എക്സാക്ട്ലി 2 പ്രോസസ്സ്. അതായത് ഒരു ലിങ്ക് എന്ന് പറയുന്നത് 2 പ്രോസസ്സ് തമ്മിലായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബിറ്റ്വീൻ 2 പ്രോസസ് ദെയർ ഈസ് ഓൺലി 1 ലിങ്ക്. അതായത് 2 പ്രോസസ്സുകൾ തമ്മിൽ ഒരു ലിങ്ക് മാത്രമേ കാണൂ. ആ ലിങ്കിൽ കൂടി ആയിരിക്കും നമ്മൾ മെസ്സേജിനെ പാസ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് there is a symmetry in addressing in asymmetrical addressing. The sending process needs to address a receiver but the recipient do not need to address a sender. അതായത് സിമെട്രിക് മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അസിമെട്രിക് ആകുമ്പോൾ എന്താണ്, സെൻഡർ പ്രോസസ്സിൻ്റെ നമ്മൾ എങ്ങോട്ടാണ് അയക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കണം. പക്ഷേ നമ്മുടെ റെസിപ്റ്റൻ്റ് അല്ലെങ്കിൽ റിസീവർ സെൻഡറിൻ്റെ അഡ്രസ്സ് ആവശ്യമുണ്ടെന്നില്ല. ഓക്കെ, ഇത് നോക്കിയേ,
ഇത് സെൻഡിങ് മെസ്സേജിൻ്റെ ആണ്. നിങ്ങളെപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ തിയറി വലിച്ചു വാരി എത്ര എഴുതിയാലും ഈ ഫിഗേഴ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗേഴ്സിൽ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഫിഗർ വരച്ചിരിക്കണം നല്ല വൃത്തിയായിട്ട്. നമ്മുടെ ആൻസർ ഷീറ്റിന് നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ളതിന് നല്ല മാർക്ക് വീഴുന്നത് അവിടെയാണ്. നമ്മുടെ പ്രസൻറ്റേഷനാണ് മാർക്ക്. ഫിഗർ വരച്ച് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരു ടോപ്പിക്ക് ചോദിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫിഗേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അത് ഫിഗർ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ആ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് പോയിൻറ്റ്സ് വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക. കണ്ടൻസ് ഓക്കെ, നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ കണ്ടൻസും ഒരിക്കലും വായിച്ചു വെക്കത്തില്ല. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന പോയിൻറ്റ് വൈസ് ആയിട്ടും ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ടും അണ്ടർലൈൻ, ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയോ, ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയോ, അതൊക്കെയാണ് അവർ നോക്കുന്നത്. നമ്മുടെ പ്രസൻറ്റേഷൻ ആയിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെട്രിക്കിൻ്റെ അസിമെട്രിക്കിൻ്റെയും ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിസഡ്വാൻറ്റേജ് ഇൻ സിമെട്രിക് ആൻഡ് അസിമെട്രിക് സ്കീം ഈസ് ഇൻ ചേഞ്ചിങ് ദ ഐഡൻറ്റിഫയർ ഓഫ് എ പ്രോസസ്. അതായത് ഡിസഡ്വാൻറ്റേജ് എന്താണ് സിമെട്രിക്കിൻ്റെ അസിമെട്രിക്കിൻ്റെയും? അത് ചേഞ്ചിങ് ദ ഐഡൻറ്റിഫയർ ഓഫ് എ പ്രോസസ്, അതായത് ഒരു പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയറിനെ ചേഞ്ച് ചെയ്യുന്നതാണ് ഇതിനകത്തുള്ളൊരു ഡിസഡ്വാൻറ്റേജ്. We need to change all other process definitions and reference to the old identifier and replace it with the new one. അതായത് നമ്മൾ എല്ലാ പ്രോസസ്സിൻ്റെയും ഡെഫിനിഷനും റെഫറൻസും ഒക്കെ നമ്മൾ ഓൾഡ് ഐഡൻറ്റിഫയറിനകത്തുനിന്ന് റീപ്ലേസ് ചെയ്ത് പുതുതായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അതൊക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. മെസ്സേജ് ആർ സെൻഡ് ആൻഡ് റിസീവ്ഡ് ഫ്രം മെയിൽ ബോക്സസ് ഓർ പോർട്സ്. മെയിൽ ബോക്സസോ പോർട്സോ യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. The process can place മെസ്സേജ് ഇൻ ടു എ മെയിൽ ബോക്സ് ഓർ റിമൂവ് മെസ്സേജ് ഫ്രം ദം. പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? മെയിൽ ബോക്സിൽ കൊണ്ടുവന്ന് മെസ്സേജ് വെക്കാനും പറ്റും, അവിടുത്തെ റിമൂവ് ചെയ്യാനും പറ്റും. മെയിൽ ബോക്സിന് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് പ്രോസസ്സ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഷെയർഡ് ആയിട്ടുള്ളൊരു മെയിൽ ബോക്സ് വേണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെൻഡർ എ കോമ മെസ്സേജും റിസീവർ എ കോമ മെസ്സേജും ആയിരിക്കും. അതായത് സെൻഡ് എ മെസ്സേജ് ടു മെയിൽ ബോക്സ് എ, റിസീവ് എ മെസ്സേജ് ഫ്രം മെയിൽ ബോക്സ് എ, അതായത് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയായിരിക്കും. ഇൻ ദ സ്കീം എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി. ഈ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷനകത്ത് എന്താണ് ഇതിനുള്ള പ്രോപ്പർട്ടീസാണ്, 3 പ്രോപ്പർട്ടീസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. A link is established between a pair of process only if both have the same shared mailbox. അതായത് ഒരു ലിങ്ക് എപ്പോഴായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്? രണ്ടിനും തമ്മിൽ ഒരു ഷെയർഡ് ആയിട്ടുള്ള മെയിൽ ബോക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലിങ്ക് ക്രിയേറ്റ് ആവത്തുള്ളൂ. ഈ ലിങ്ക് മേ ബി അസോസിയേറ്റഡ് വിത്ത് മോർ ദാൻ 2 പ്രോസസ്സ്, അതായത് മോർ ദാൻ 2 പ്രോസസ്സുമായിട്ട് ഒരു ലിങ്ക് അസോസിയേറ്റ് ചെയ്തിരിക്കും. There may be different links with each link corresponding to one mailbox between pair of communication processor. ഓക്കെ, ഇത് നോക്കിയേ, നമ്മുടെ പ്രോസസ്സ് എയും പ്രോസസ്സ് ബിയും ഉണ്ട്. അപ്പം സെൻഡ് എം കോമ മെസ്സേജ്, റിസീവ് എം കോമ മെസ്സേജ്, ഇതൊരു ഷെയർഡ് ആയിട്ടുള്ളൊരു മെയിൽ ബോക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും മെയിൽ ബോക്സ് കേർണലായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതെന്താണ്, രണ്ടിനകത്തുനിന്നും കണക്ഷൻ, ഒരു ലിങ്ക് കണക്ഷൻ എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ മെയിൽ ബോക്സിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ കണക്ഷൻ വരുന്നത്. രണ്ടാമത്തത് സിങ്ക്രണസും അസിങ്ക്രണസും കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് യൂസിങ് സെൻഡ് ആൻഡ് റിസീവ് ഫംഗ്ഷൻ. അതായത് സെൻഡ് ഫംഗ്ഷനും റിസീവ് ഫംഗ്ഷനും യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, സിങ്ക്രണസിനകത്തും അസിങ്ക്രണസിനകത്തും. ദർ ആർ മെനി ഓപ്ഷൻ ഫോർ ദീസ് 2 പ്രിമിറ്റീവ്സ്. ഈ 2 പ്രിമിറ്റീവ്സിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, മെസ്സേജ് പാസസ് മേ ബി ബ്ലോക്കിംഗ് ഓർ നോൺ ബ്ലോക്കിംഗ്, ഓൾസോ നോൺ ആസ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. അതായത് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത് ബ്ലോക്കിങ്ങും കാണാം, നോൺ ബ്ലോക്കിംഗ് കാണും. അതിനെ നമ്മൾ പറയുന്നതാണ് സിങ്ക്രണസും അസിങ്ക്രണസും. ബ്ലോക്കിംഗ് സെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡിങ് ഈസ് ബ്ലോക്ക്ഡ് അണ്ടിൽ എ മെസ്സേജ് ഈസ് റിസീവ്ഡ് ബൈ ദ റിസീവർ പ്രോസസ് ഓർ മെയിൽ ബോക്സ്. അതായത് ഒരു മെസ്സേജ് നമ്മൾ റിസീവർ പ്രോസസ്സോ മെയിൽ ബോക്സോ അവിടെ റിസീവ് ചെയ്യുന്നത് വരെ എന്താണ് സെൻഡ് ചെയ്യുന്ന അടുത്ത പ്രോസസ്സ് സെൻഡ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. നോൺ ബ്ലോക്കിംഗ് സെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആദ്യം നമ്മളൊരു പ്രോസസ്സ് സെൻഡ് ചെയ്യും, അതിനുശേഷം പ്രോസസ്സ് സെൻഡ് ചെയ്തതിന് ശേഷം അടുത്ത ഓപ്പറേഷൻ നമ്മളങ്ങ് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നോൺ ബ്ലോക്കിംഗ് സെൻഡ്. പിന്നെ ബ്ലോക്കിംഗ് റിസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവർ ബ്ലോക്സ് അണ്ടിൽ എ മെസ്സേജ് ഈസ് അവൈലബിൾ. അതായത് ഒരു മെസ്സേജ് അവൈലബിൾ ആവുന്നത് വരെ നമ്മുടെ റിസീവർ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. അതിനെയാണ് ബ്ലോക്കിംഗ് റിസീവ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ ബ്ലോക്കിംഗ് റിസീവ് ആണ്. ദ റിസീവർ റിട്രീവ്സ് എയ്തർ എ വാലിഡ് മെസ്സേജ് ഓർ എ നൾ. അതായത് ഒന്നെങ്കിൽ റിസീവർ എന്ത് ചെയ്യും? ഒരു വാലിഡ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു നൾ വാല്യൂ റിട്രീവ് ചെയ്യും. അതിനെയാണ് നോൺ ബ്ലോക്കിംഗ് റിസീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓട്ടോമാറ്റിക് ആൻഡ് എക്സ്പ്ലിസിറ്റ് ബഫറിംഗ് ആണ്. അതായത് ദ മെസ്സേജ് എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് പ്രോസസ്സസ് റിസൈഡ്സ് ഇൻ ടെമ്പററി ക്യൂ. അതായത് ദ മെസ്സേജ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് പ്രോസസ് റിസൈഡ്സ് ഇൻ എ ടെമ്പററി ക്യൂ. അതായത് മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മെസ്സേജ് എവിടെയായിരിക്കും?
അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന മെസ്സേജസ് എല്ലാം ടെമ്പററി ക്യൂവിനകത്തായിരിക്കും വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്യൂവിനെ നമുക്ക് 3 രീതിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സീറോ കപ്പാസിറ്റി, ബൗണ്ടഡ് കപ്പാസിറ്റി, അൺബൗണ്ടഡ് കപ്പാസിറ്റി. സീറോ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് സീറോ കപ്പാസിറ്റി ദ ലിങ്ക് cannot have message waiting. Blocking send is the correct option. അതായത് സീറോ കപ്പാസിറ്റി ആണെങ്കിൽ മെസ്സേജ് വെയിറ്റിങ്ങിന് നമ്മുടെ ലിങ്കിന് കപ്പാസിറ്റി കാണത്തില്ല. ബ്ലോക്കിംഗ് സെൻഡ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ആ ഒരു സമയത്ത് ബ്ലോക്കിംഗ് സെൻഡ് ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നത്. അടുത്തത് ബൗണ്ടഡ് കപ്പാസിറ്റി. ക്യൂ ഈസ് ഓഫ് ഫൈനൈറ്റ് ലെങ്ത് n. അതായത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ലെങ്ത്തിലായിരിക്കും നമ്മുടെ ക്യൂ ഉണ്ടായിരിക്കുന്നത്. ഇഫ് ദ ക്യൂ ഈസ് നോട്ട് ഫിൽ ദ സെൻഡർ ക്യാൻ കണ്ടിന്യൂ ടു സെൻഡ് മെസ്സേജ്. അതായത് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് ഫുൾ അല്ലെങ്കിൽ സെൻഡറിന് മെസ്സേജ് അയക്കാം. പക്ഷേ ഫുൾ ആണെങ്കിൽ സെൻഡിങ് ചെയ്യുന്നത് എന്തായിരിക്കും? ബ്ലോക്ക് ആവും. അതാണ് ബൗണ്ടഡ് കപ്പാസിറ്റിക്കകത്ത് പറയുന്നത്. അടുത്തത് അൺബൗണ്ടഡ് കപ്പാസിറ്റിയാണ്. അതായത് ക്യൂവിൻ്റെ ലെങ്ത് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് എത്ര മെസ്സേജിന് വേണമെങ്കിലും വെയിറ്റ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യാം. ബ്ലോക്കൊന്നും ഇല്ലാതെ വെയിറ്റ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. സീറോ കപ്പാസിറ്റി ഈസ് കോൾഡ് നോ ബഫറിങ് ആൻഡ് അതർ സിസ്റ്റംസ് കോൾഡ് ഓട്ടോമാറ്റിക് ബഫറിങ്. അതായത് സീറോ കപ്പാസിറ്റിനെ മാത്രം നമ്മൾ എന്ത് പറയും? നോ ബഫറിങ് എന്ന് പറയും. അത് ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ഓട്ടോമാറ്റിക് ബഫറിങ് എന്നും പറയും. അപ്പോൾ ഓട്ടോമാറ്റിക് ബഫറിങ് എന്താണെന്ന് വെച്ചാൽ എന്തെഴുതും? എന്താണ്? സീറോ കപ്പാസിറ്റി അല്ലാത്തതാണ് ഓട്ടോമാറ്റിക് ബഫറിങ്. എന്നിട്ട് ബൗണ്ടഡ് കപ്പാസിറ്റി, അൺബൗണ്ടഡ് കപ്പാസിറ്റിയും എന്തിനകത്ത് വരും? ഓട്ടോമാറ്റിക് ബഫറിനകത്ത് വരും. പിന്നെ ബൗണ്ടഡ് കപ്പാസിറ്റി എന്താണെന്ന് എഴുതണം, പിന്നെ അൺബൗണ്ടഡ് കപ്പാസിറ്റി എന്താണെന്ന് എഴുതണം. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് പ്രോസസ് ഷെഡ്യൂളിംഗ് ആണ്. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.